ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ ജോലികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചിലരെല്ലാം ഇതുപോലെ ചെയ്യുന്നവരായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ഒന്നിച്ച് മാർക്കറ്റിൽ പോയി മേടിച്ച് കൊണ്ടുവന്ന് വയ്ക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ കൊണ്ടുവന്ന ഉടനെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിനാഗിരിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് അപ്പോൾ തൊലി കളയേണ്ടതായിട്ടുള്ള ഇല്ലാത്ത വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഈ തക്കാളി, വെണ്ടയ്ക്ക ഇതൊക്കെ നമ്മൾ നേരിട്ട് കറിയിലേക്ക് ഇടുകയാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള വെജിറ്റബിൾസ് എല്ലാം ആദ്യം ആ വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് നേരം ഇട്ട് വെച്ച് പിന്നീട് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലേക്കോ ഇട്ട് വയ്ക്കും. അതിന് ശേഷമാണ് അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്. അതുപോലെ തൊലിയുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും ഇതുപോലെ കുമ്പളങ്ങയോ വെള്ളരിയോ അതുപോലെ പടവലം അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ തൊലി കളയും. ആദ്യം തൊലി കളഞ്ഞ ശേഷം ഇതേ വെള്ളത്തിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ ശേഷം അത് വീണ്ടും ഏത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പാണോ വേണ്ടത്, അതുപോലെ അവിയലിനാണെങ്കിൽ നീളത്തിൽ, അതുപോലെ മോര് കറിക്കാണെങ്കിൽ ഇതുപോലെ സ്ക്വയറായിട്ട് എല്ലാം അരിഞ്ഞ ശേഷം ഞാൻ ഇതുപോലുള്ള കണ്ടെയ്നറുകളിലാക്കിയിട്ട് മാറ്റി വയ്ക്കും, ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ദിവസം അവിയലിൻ്റെ പെട്ടി എടുത്തിട്ട് നമുക്ക് അവിയലുണ്ടാക്കാം. അതുപോലെ മോര് കറിയാണെങ്കിൽ മോര് കറി, പിന്നെ സാമ്പാറാണെങ്കിൽ എല്ലാത്തിനും കുറച്ച് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് സാമ്പാർ തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ചിലരൊക്കെ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ആ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. കാരണം ധാരാളം ഈ പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണല്ലോ നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ വെളുത്തുള്ളിയെല്ലാം ഒന്നിച്ച് മേടിച്ച് വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ അല്ലിയെല്ലാം ഇതുപോലെ അടർത്തിയെടുത്ത് അതിന് ശേഷം തൊലി കളയുന്നില്ല. ഇതുപോലെ എയർ ഫ്ലോ ഉള്ള ഇതുപോലെ ഓട്ടയുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഇട്ട് വയ്ക്കാൻ. ഇതുപോലെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വരെ വേണമെങ്കിലും ഇത് ചീഞ്ഞു പോകാതെ വെളുത്തുള്ളി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞാൽ ഇനി നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓരോ കറികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ ചുവന്നുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളകെല്ലാം നന്നായിട്ട് കഴുകി അതിന് ഞെട്ടിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളിയും കുറച്ച് തൊലി കളഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡെയിലി പെട്ടെന്ന് എല്ലാ കാര്യം തോരനായാലും സാമ്പാറിനായാലും ഉപ്പുമാവിനായാലും മറ്റ് കറികൾക്കെല്ലാം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കുറച്ച് നമ്മൾ കൂടുതൽ വേണ്ട, ഒരു 3-4 ദിവസത്തിനുള്ളത് ഇതുപോലെ കഴുകി പച്ചമുളക് അതുപോലെ ഇഞ്ചി ഒക്കെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് കോട്ടൺ തുണിയിൽ തുടച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാൻ. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞ് കഴുകി അതിൻ്റെ ഈർപ്പം എല്ലാം നമ്മൾ തുടച്ച് കളഞ്ഞിട്ട് വേണം ഇതുപോലുള്ള കണ്ടെയ്നറിൽ ആക്കി വയ്ക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഒരു തോരൻ ഉണ്ടാക്കാനാണെങ്കിൽ വെളുത്തുള്ളി എടുത്ത് പച്ചമുളക് എടുത്ത് ചുവന്നുള്ളി എല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ കറിവേപ്പിലയും കൂടെ ഞാൻ അതിൽ സ്റ്റോർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വീട്ടിൽ മരത്തിൽ നിന്ന് ഞാൻ പറിച്ച കറിവേപ്പിലയാണ്. കടയിൽ നിന്ന് വാങ്ങിയ കറിവേപ്പിലയാണെങ്കിൽ ഇതുപോലെ ആ വെള്ളത്തിൽ നല്ലപോലെ കുറച്ച് നേരം നമ്മൾ വിനാഗിരി വെള്ളത്തിലിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് വേണം നമ്മളിതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ. ഇത് വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്നൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്ത് റെഡിയാക്കി ഒരു ബോക്സ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഒന്നിൻ്റെയും തൊലി കളഞ്ഞിട്ടുള്ള സമയം നമുക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജ്, ക്യാരറ്റ് നാളത്തേക്കും മറ്റന്നാളത്തേക്കുള്ള തോരന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, അത് രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും ഓരോ കണ്ടെയ്നറിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തേങ്ങയും ഇതുപോലെ ഒന്നിച്ച് ചിരവി നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ കട്ടയില്ലാതെ തേങ്ങ ചിരവിയെടുത്ത് സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഷോർട്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പുമാവിനുള്ള റവയെല്ലാം ഒന്ന് ചൂടാക്കി വെച്ച ശേഷം എല്ലാ വെജിറ്റബിൾസും അതുപോലെ ആവശ്യമുള്ള ഓയിൽ, നെയ്യ്, ഉഴുന്നുപരിപ്പ്, കടുക് എല്ലാം എടുത്ത് ഞാൻ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ എല്ലാം റെഡിയാക്കി വെച്ച ശേഷമാണ് ഞാൻ കുക്ക് ചെയ്യാൻ ആരംഭിക്കുന്നത്.
കാരണം നമുക്ക് ഗ്യാസ് ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചക്കറികളെല്ലാം നമ്മൾ ഇന്നലെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കതെടുത്ത് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഗ്യാസ് ഓണാക്കി കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കിയ ശേഷം മാത്രം നമ്മൾ ഗ്യാസ് ഓണാക്കുക, ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കടുകും ഉഴുന്നുപരിപ്പും കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക്, പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം റെഡിയാക്കി വെച്ച ശേഷം വേണം നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിരസത ഉണ്ടാവില്ല അടുക്കള ജോലിയിൽ. നമ്മൾ സാധാരണയായിട്ട് അടുക്കളയിൽ ഭൂരിഭാഗം അടുക്കളയിൽ നമ്മളൊരാൾ മാത്രമേ കാണുള്ളൂ. കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ പഠിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന സമയമായിരിക്കാം, ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ മിക്കവാറും നമ്മൾ മാത്രമേ അടുക്കളയിൽ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടക്ക് ടക്ക് നമ്മുടെ ജോലി തീരുകയും ചെയ്യും, നമുക്ക് വിരസത അനുഭവപ്പെടുകയില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന 1-2 ടിപ്സും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഈ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ റവ എടുത്തിട്ടുള്ളത് അത്ര തന്നെ. ഇപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തതെങ്കിൽ 1 കപ്പ് വെള്ളം തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും. ഇനി പിന്നെ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയ ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, പക്ഷേ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ആ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് റവ കൂടി അതിലിട്ടിട്ട് അതുപോലെ ഇളക്കിയെടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് വെള്ളം കൂടില്ല കേട്ടോ. നല്ല ഒട്ടും കട്ടയില്ലാത്ത നല്ല ഉപ്പുമാവ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഫ്ലെയിം ഇതുപോലെ വെള്ളമൊക്കെ ഡ്രൈ ആയി വരുന്ന ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ കുറച്ച് നേരം അത് മൂടി വയ്ക്കുക. പിന്നീട് തുറന്നിട്ട് ഇതുപോലെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും കട്ടയില്ലാത്ത ഉപ്പുമാവ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം സ്റ്റോർ ചെയ്ത സമയത്ത് കുറച്ച് കടലയും കൂടെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് പെട്ടെന്ന് ഞാനൊരു കടലക്കറിയും കൂടെ തയ്യാറാക്കി. കടലക്കറിയെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാനൊന്ന് ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ഉപ്പുമാവും കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാനൊരു തോരൻ ഉണ്ടാക്കാനായിട്ട് ക്യാബേജും ക്യാരറ്റും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ റെഡിയാണ്. അപ്പോൾ തേങ്ങയുടെ കൂടെ അരപ്പിനായിട്ട് പച്ചമുളകും നമ്മൾ എടുക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം എല്ലാം കൂടെ ഇട്ട് ഒരു അരപ്പ് തയ്യാറാക്കി. പിന്നെ എണ്ണ ഒഴിച്ച് കടുകെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ക്യാബേജും ക്യാരറ്റും. അതിൽ നിന്നൊരു ബോക്സ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇളക്കി ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി മൂടി വെച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിൽ ആ തോരൻ അവിടെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇപ്പം ക്യാബേജും ക്യാരറ്റും മിക്സ് ചെയ്തിട്ടുള്ള തോരനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ പയറാണെങ്കിൽ പയർ അരിഞ്ഞ് ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വയ്ക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാം നേരത്തെ നിങ്ങളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ തോരനും റെഡിയാക്കാം. പിന്നെ ഞാൻ നേരത്തെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസത്തേക്കുള്ള സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഉണ്ടാക്കിയത് 2 കണ്ടെയ്നറിലാക്കിയിട്ട് ഇവിടെ ഒഴിച്ച് വെക്കുന്നുണ്ട്. അത് തണുത്ത ശേഷം ഒരു കണ്ടെയ്നർ ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും, ഒന്ന് ഉച്ചത്തേക്ക് ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തോരനുമായി, ബ്രേക്ക്ഫാസ്റ്റായി, തോരനായി, സാമ്പാറായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് അരി ചോറിനുള്ള, ഞാൻ കുക്കറിലാണ് ചോറ് വെക്കാറുള്ളത്. അപ്പോൾ അരിയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കർ ഞാനിവിടെ മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ സമയം കൊണ്ട് ചോറ് ഇവിടെയാവും. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ക്യാബേജ് തോരൻ ഞാൻ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ഞങ്ങളിവിടെ 2 പേര് മാത്രമേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അധികം ഭക്ഷണം ഇവിടെ ആവശ്യമില്ല. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പം ക്യാബേജിൻ്റെ തോരന് ഞാനവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, പാത്രങ്ങളെല്ലാം ഇതുപോലെ നന്നായിട്ട് കഴുകി റെഡിയാക്കി അടുക്കളയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.